നമസ്കാരം. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കെ ശൈലജ, ജി സുധാകരൻ, സി രവീന്ദ്രനാഥ് ഉൾപ്പെടെ കുറച്ചെങ്കിലും കഴിവുള്ള മന്ത്രിമാരായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും അവസാന വർഷങ്ങളിൽ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് കേസുകൾ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ഉൾപ്പെടെ ഇഡിയും എൻഐയും അറസ്റ്റിലായതും, സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പിണറായി സർക്കാരിനെതിരെ ഭരണവികാരം ഉണ്ടായി എന്നതിൽ സംശയമില്ല. അവസാനം PR വർക്കിന്റെ ഭാഗമായി ജനങ്ങൾക്ക് കിറ്റൊക്കെ കൊടുത്തിട്ടാണ് രണ്ടാമതും അധികാരത്തിൽ വന്നത്. രണ്ടാമത് കേരളത്തിൽ പിണറായി ഭരണം തുടങ്ങിയതോടുകൂടിയാണ് ഹിറ്റ്ലറുടെ തനി സ്വഭാവം പിണറായി വിജയൻ കാണിക്കാൻ തുടങ്ങിയത്. അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും തലക്ക് പിടിച്ചൊരവസ്ഥയായിരുന്നു പിണറായിക്ക്. അതുകൊണ്ട് തന്നെയാണ് CPM സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായി വിജയനെ എല്ലാവരും കൂടെ നിർത്തി അങ്ങ് പൊരിച്ചത്. പിണറായിക്കെതിരെ ഒരു പടപ്പുറപ്പാട് തന്നെ ഇന്നലെ നടന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ കാര്യപ്രാപ്തിയുള്ള ഒരു മന്ത്രി പോലും ഇല്ല എന്നത് വ്യക്തമാണ്. വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത 4 അക്ഷരം പോലും കൂട്ടി വായിക്കാൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് നമ്മുടെ മന്ത്രിസഭയിലുള്ളത്. എല്ലാ പിണറായി വിജയന്റെ നിയന്ത്രണത്തിലാക്കി ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത ഒരു മുഖ്യമന്ത്രി. ആഭ്യന്തര വകുപ്പ് പോലും നേരെ ചൊവ്വ നോക്കാൻ അറിയാതെ തകർന്ന് തരിപ്പണമായി. ലോ ആൻഡ് ഓർഡർ പോലും നേരെ ചൊവ്വെ പാലിക്കാൻ അറിയാത്ത ഒരു വ്യക്തി. പിണറായിയുടെ താളത്തിനൊത്ത് തുള്ളാൻ ഒരു DGP. പോലീസുകാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ പോലും DGPക്കോ ആഭ്യന്തരമന്ത്രിക്കോ കഴിയുന്നില്ല എങ്കിൽ രാജിവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. വല്ലപ്പോഴുമൊക്കെ പിണറായി വിജയ തൊട്ടടുത്തുള്ള കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഒന്ന് പോയി ചെന്ന് അവിടുത്തെ പോലീസുകാരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. മേലുദ്യോഗസ്ഥരുടെ കൊടിയ പീഡനവും ലീവ് പോലും കിട്ടാതെ പോലീസുകാർ VRS ഉൾപ്പെടെ അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ്. SA ഉൾപ്പെടെയുള്ളവർ ട്രെയിനിങ് പീരീഡ്, അതായത് SA ടെസ്റ്റ് പാസ്സായി ജോലിയിലേക്ക് പ്രവേശിക്കാൻ ട്രെയിനിങ് നൽകുന്ന സമയത്ത് പോലും ഉദ്യോഗസ്ഥർ റിസൈൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് അതീവ ഗൗരവമായി തന്നെ കാണണം. സംസ്ഥാന കമ്മിറ്റി കൂടി തെറ്റുതിരുത്തലിന് വേണ്ടിയാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സംസ്ഥാനത്തെ, അതായത് CPMന്റെ സെക്രട്ടറിയായ MV ഗോവിന്ദനെ മാറ്റേണ്ടതാണ്. കാരണം ഈ തോൽവിയുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുമുണ്ട്. അദ്ദേഹം എന്ത് പറയുന്നുവെന്ന് ജനങ്ങൾക്കോ പത്രക്കാർക്കോ പോലും മനസ്സിലാകില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് പോലും മനസ്സിലാകില്ല എന്താണ് പറയുന്നതെന്ന്. തെറ്റുതിരുത്തൽ മാർഗരേഖ അന്തിമമാക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ കൂടി പരിഗണിച്ചാണ് മാർഗരേഖ തയ്യാറാക്കുക. 2 ദിവസമായി തുടരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ അംഗങ്ങളിൽ നിന്നും രൂക്ഷ വിമർശനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ പലതും ജനങ്ങൾക്ക് ദഹിക്കുന്നില്ല. മൈക്കിനോട് പോലും കയർക്കുന്ന തരം അസഹിഷ്ണുത, അവമതിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിൽ ആവശ്യ സാധനങ്ങൾ ഇല്ലാതായതുമടക്കമുള്ള ഭരണവീഴ്ചകൾ സാധാരണ ജനങ്ങളെ എതിരാക്കിയെന്നതാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. മുഖ്യമന്ത്രിക്കെതിരെ കീഴ്ഘടകങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾ അവഗണിക്കരുതെന്ന നിർദ്ദേശവും സംസ്ഥാന സമിതിയിൽ ഉണ്ടായിട്ടുണ്ട്. കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ് CPMൽ. ശൈലജയെ ഒതുക്കാനാണ് വടകരയിൽ മത്സരിപ്പിച്ചതെന്നടക്കമുള്ള പരോക്ഷ വിമർശനവും സമിതിയിൽ ഉയർന്നിട്ടുണ്ട്. മേയർ സച്ചിദേവ് വിവാദത്തിൽ കടുത്ത വിമർശനമാണ് സമിതിയിൽ ഉയർന്നത്. വിവാദം പൊതുസമൂഹത്തിൽ അവമതിപ്പ് ഉണ്ടാക്കിയെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതിനെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാൻ പാടില്ല എന്നുമാണ് വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം സമ്പൂർണ്ണ പരാജയമായിരുന്നുവെന്നും ചില പ്രതിനിധികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് രണ്ടാം പിണറായി സർക്കാർ മൊത്തത്തിൽ പൂർണ്ണ പരാജയമാണെന്ന് എടുത്തു പറയണം. വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയാണ്. പൊതുമരാമത്ത് എങ്ങനെ നോക്കണമെന്നറിയാത്ത ഒരു പൊതുമരാമത്ത് മന്ത്രി. ജനങ്ങളുടെ ചെലവിൽ വിദേശ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്ന് ആവിഷ്കരിച്ചു. അത് തകർന്ന് തരിപ്പണമായി. ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണത്തിൻ്റെ അവസ്ഥയിലാണ്. വീണ ജോർജിന് കേരളത്തിലൊന്നും കാര്യമില്ല. കുവൈറ്റിലോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ ഓടിച്ചെന്ന് വലിയ ആളാവുക, അതാണ് വീണയ്ക്ക് താല്പര്യം. സർക്കാർ ആശുപത്രികളിൽ ഒന്നും തന്നെ മരുന്നില്ല. പാവപ്പെട്ടവൻ അവിടെ കയറി കഴിഞ്ഞാൽ മണിക്കൂറോളം ക്യൂ നിൽക്കണം. ഡോക്ടർമാരില്ല, ഫാർമസിയിലാണെങ്കിൽ ആളില്ല. അവസാനം മരുന്ന് ഡോക്ടറിനെ കാണിച്ച് മരുന്നൊക്കെ എഴുതി റെഡിയാക്കി ഫാർമസിയിൽ വരുമ്പോൾ ആകെയുള്ളത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 10 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന പനിയുടെ ഏതെങ്കിലും മരുന്നായിരിക്കും. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കണം. ഇനി ഡോക്ടറുടെ വീട്ടിൽ കയറി ചെന്നാലോ മെഡിക്കൽ റെപ്പുമാർ ടെസ്റ്റ് പോലും ചെയ്യാത്ത മരുന്നുകൾ ഡോക്ടർ മെഡിക്കൽ റെപ്പുമാരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. അത്
കൂടിയ വിലയ്ക്ക് ഡോക്ടറുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിക്കണം. പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പനിക്ക് കാണിക്കാനായി, ഒരു പനി അല്ലെങ്കിൽ ഒരു ചെറിയൊരു വയറുവേദന അസുഖം കാണിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് അപ്പോൾ ഓപ്പറേഷനാണ്. ലക്ഷങ്ങൾ രോഗികളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന കുറേ ഡോക്ടർമാർ. ഇതിനെയൊക്കെയാണ് ആദ്യം ആരോഗ്യമന്ത്രി എന്ന നിലയിൽ നശിപ്പിച്ച് നാമാവിശേഷമാക്കേണ്ടത്. എങ്കിലേ ആരോഗ്യ മേഖല നല്ലതാകും. ഡോക്ടർമാരെന്ന് പറയുന്നത് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നതാണ് ഇപ്പോൾ MBBS പഠിച്ച് ഇറങ്ങുന്നത്, അല്ലാതെ രോഗികളെ എങ്ങനെ ശുശ്രൂഷിക്കാം എന്നതല്ല. ഇതൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അതായത് ജനങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾ പോലും നോക്കാൻ സമയമില്ല എങ്കിൽ മന്ത്രിമാർ രാജിവെച്ച് വീട്ടിലിരിക്കണം. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്ത ഒരു മറുപടി.